ഓം ശ്രീമാത്രേ നമ. കാമ്യസിന്ദൂറിലെ ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളെല്ലാം ദേവി ഉപാസകർക്ക് വളരെ 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 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് മൗനി അമാവാസി. നമ്മുടെ പിതൃക്കളെ ഓർമ്മിച്ച് അവർക്ക് ബലിതർപ്പണം നടത്തേണ്ട ദിവസമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പിതൃക്കൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മരിച്ചവരെയൊക്കെ ഓർമ്മിച്ച് അവർക്ക് ബലിതർപ്പണം ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നത് മൂലം വളരെ വളരെ നല്ല അഭിവൃദ്ധി ഉണ്ടാവുകയും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ബലിതർപ്പണം. അപ്പം എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഉപാസനകൾ കൊണ്ടൊക്കെ പൂർണ്ണമായുള്ള ഫലം നമുക്ക് ലഭിക്കുള്ളൂ. കാരണം പിതൃക്കളുടെ പ്രീതി അത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് അമാവാസി. കഴിഞ്ഞ മൗനി അമാവാസി, ഇന്ന് അമാവാസി ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മൗനി അമാവാസിക്കാണ് യുപിയിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള, അതിൽ ഞാൻ പങ്കെടുത്തത്. അപ്പോൾ ഇന്ന് അതേപോലെ തന്നെ അമാവാസി, ഇന്നും ബലിതർപ്പണം ചെയ്യാൻ സാധിച്ചു. ഇനി നാളെ മുതൽ മാഘഗുപ്ത നവരാത്രി അത് തുടങ്ങുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നവരാത്രിയാണത്. പൊതുവെ വർഷത്തിൽ 4 നവരാത്രികളാണ് നമ്മൾ കൊണ്ടാടാറുള്ളത്. ഇപ്പോൾ അതിങ്ങനെയാണ്: ഒന്ന് ചൈത്ര നവരാത്രി, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. രണ്ടാമത്തേത് ആഷാഢ നവരാത്രി, അത് ജൂൺ ജൂലൈ ആ മാസങ്ങളിലാണ്. ഇതിന് പൊതുവെ പറയുന്നത് സാമൂഹിക നവരാത്രി എന്നാണ്. പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു നവരാത്രി, സാധനകളും പ്രാർത്ഥനകളും പൂജകളും അതൊക്കെ. പിന്നുള്ളത് ശരത് നവരാത്രി, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില്. പിന്നെ നാലാമത്തത് മാഘ നവരാത്രി അഥവാ ഗുപ്ത നവരാത്രി എന്നാണ് ഈ 2 നവരാത്രികൾക്കും പറയാറുള്ളത്. കാരണം ഇത് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ടുള്ള സാധന കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു നവരാത്രിയാണ്. ഇത് പൊതുവെ നോർത്തിലാണ് കൂടുതലായിട്ട് അനുഷ്ഠിച്ചു വരുന്നത്. കേരളത്തിൽ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. എങ്കിലും ഇപ്പോൾ നമ്മുടെ കുംഭമേള, ഭാരതപ്പുഴയുടെ തീരത്ത് കുംഭമേള നടക്കാൻ പോവുകയാണ് നാളെ മുതൽ. അപ്പോൾ ഇന്ന് അതിൻ്റെ ബലിതർപ്പണാദികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഓരോരോ ഹിന്ദുവും തീർച്ചയായും പങ്കെടുക്കേണ്ട ഒന്നാണ് കുംഭമേള. അപ്പം അതിൻ്റെ മഹാത്മ്യം അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ആ മഹർഷിമാരും ഋഷിമാരും എല്ലാവരും വന്ന് ഇത്തരമൊരു മേള സംഘടിപ്പിക്കുന്നതും അതിനായിട്ട് ഓരോരോ ഹിന്ദുക്കളെയും, ലോകത്തെമ്പാടുമുള്ള ഓരോരോ ഹിന്ദുക്കളെയും വരാനായി ആഹ്വാനം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പ്രാധാന്യം, നമ്മുടെ പാരമ്പര്യം, ഇതൊന്നും ആരും മറക്കരുത്. കഴിയുന്നതും എല്ലാവരും പങ്കെടുക്കണം. അത് പങ്കെടുത്താലുള്ള ഗുണം, അത് നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. അതെനിക്ക് അറിയാം, അനുഭവമാണ്. കഴിഞ്ഞ കുംഭമേളയിൽ പങ്കെടുത്തതിന് ശേഷം ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ നാളത്തെ മാഘ നവരാത്രി അഥവാ ഗുപ്ത നവരാത്രി, അതിൽ നമുക്കറിയാവുന്ന ദേവീമന്ത്രങ്ങളൊക്കെ ചൊല്ലാം, സാധന ചെയ്യാം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം പൂർണ്ണമായി പഠിച്ചിട്ടുള്ളവർ അതങ്ങനെ ചെയ്യുക. ശ്രീ ദേവി മഹാത്മ്യം ജപിക്കുന്നവർ അതിൻ്റെ ജപക്രമമുണ്ട്, അതനുസരിച്ച് ജപിക്കാം. ദശമഹാവിദ്യാ സാധന ചെയ്യുന്നവർക്ക് അത് അങ്ങനെയാവാം. അതൊന്നും അറിയില്ല, ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയുടെ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. പിന്നെ അതുപോലെ തന്നെ
സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന നാരായണീ സ്തുതി ശ്രീദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലുള്ള നാരായണ സ്തുതി. ഇത് വളരെ നല്ലൊരു പ്രസിദ്ധമായ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന ഒരു സ്തുതിയാണ്. അപ്പൊ ഇതെല്ലാവർക്കും ചൊല്ലാം. അപ്പൊ വെറുതെ ഈ 9 ദിവസം പ്രത്യേകിച്ച് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കുന്നവർ ഈ മാഘ നവരാത്രി അത് സ്പോയിൽ ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അമ്മയെ ഉപാസിക്കുക. അപ്പൊ അത് നാളെ തൊട്ട് എല്ലാവരും ഏതാ പൂജാ റൂമോ എന്താ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി ദേവിക്ക് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ദേവിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു പഞ്ചോപചാര പൂജ ചെയ്യുക. ഗന്ധം, പുഷ്പം, ദീപം, ധൂപം, നൈവേദ്യം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം, അതായത് പഴങ്ങളോ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, സാത്വികമായ എന്തെങ്കിലും അമ്മയ്ക്ക് സമർപ്പിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവനവനെ ഉയർത്താൻ വേണ്ടിയിട്ടാണിത്. അതോടൊപ്പം തന്നെ കുടുംബത്തിലും അതിൻ്റെ ഐശ്വര്യവും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 514 തൊട്ട് 520 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. ശ്രീ ലളിതാ മഹാ ത്രിപുരസുന്ദരിയുടെ യോഗിനീഭാവത്തിൽ ആ അമ്മ ശരീരത്തിലെ ആധാര ചക്രങ്ങളിൽ ഏത് രൂപത്തിൽ ഏതേത് ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ശരീരത്തിലുള്ള ഏത് ധാതുവിലാണ് ആ മഹാദേവി സ്ഥിതി ചെയ്യുന്നത്, ആ മഹാദേവിക്ക് ചുറ്റുമായി ഏതേത് യോഗിനിമാരാണ് ഇരിക്കുന്നത്, പിന്നെ അമ്മയുടെ യോഗിനീഭാവത്തിലുള്ള അമ്മയ്ക്ക് ഏത് നൈവേദ്യമാണ് ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മൂലാധാരം എന്ന ചക്രം, ബുധലിംഗ മധ്യത്തിലായിട്ടുള്ള മൂലാധാര ചക്രം, ആ ചക്രത്തിൽ അമ്മ ഏത് രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 514 മൂലാധാരാംബുജാരൂഢ. ഒന്നുകൂടി ചൊല്ലാം. മൂലാധാരാംബുജാരൂഢ. ഒന്നുകൂടി ചൊല്ലാം. മൂലാധാരാംബുജാരൂഢ. ഈ നാമമന്ത്രം തെറ്റിച്ച് ചൊല്ലാൻ സാധ്യതയുണ്ട്. അതിങ്ങനെയാണ്: മൂലാധാരാംബുജാരൂഢ. അങ്ങനെ ചൊല്ലരുത്. കറക്റ്റായിട്ട് വരണം ചൊല്ലുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരണം. അത് നമുക്ക് ആദ്യം ഒന്ന് പദം പിരിക്കാം, എന്നിട്ട് അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിലേക്ക് വരാം. ആദ്യം ആരൂഢ, പിന്നെ അംബുജാരൂഢ, മൂലാധാരാംബുജാരൂഢ, ഇങ്ങനെയാണ് അത് വരിക. അപ്പൊ ഇവിടെ മൂലാധാര എന്ന് ഉച്ചരിക്കാതെ മൂലാധാര എന്ന് വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ മൂല കഴിഞ്ഞിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൂലാധാരം പിന്നെ അംബുജം. അപ്പോൾ മൂലാധാരാംബുജ, പിന്നെ അതിൽ ആരൂഢയാണ് അമ്മ. അപ്പോൾ രൂഢ എന്ന് ചൊല്ലാതെ ആരൂഢ എന്ന് വരണം. അപ്പൊ മൊത്തത്തിൽ ചൊല്ലുമ്പോൾ മൂലാധാരാംബുജാരൂഢ. പല പ്രാവശ്യം ഇങ്ങനെ എഴുതിയിട്ട് ചൊല്ലി പഠിക്കുക. എങ്കിൽ മാത്രമേ അത് ഉറപ്പിച്ച് കിട്ടുള്ളൂ. അങ്ങനെ ചൊല്ലിയിട്ട കാര്യമുള്ളൂ. മന്ത്രങ്ങളും അതിൻ്റെ തത്വങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒരുപാട് നമ്മുടെ ചാനലുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ചൊല്ലുന്നത് കറക്റ്റ് അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞത് കൊണ്ട് ഒരു ഗുണം അത്ര കിട്ടില്ല. ഗുണമില്ല എന്നല്ല, എങ്കിലും പക്ഷെ ചൊല്ലുന്നത് കറക്റ്റ് ആയിരിക്കണം. മന്ത്രങ്ങൾ അതിൻ്റെ ആ ചൊല്ലുന്ന രീതിയോടുകൂടി തന്നെ അക്ഷരസ്ഫുടതയോടുകൂടി ചൊല്ലിയാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെ ചൊല്ലുക? ഇവിടെ ഢ, അത് തൊണ്ട ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ഢയാണ്. ആഷാഢം എന്നെഴുതുന്ന ആ ഢ അതങ്ങനെ തന്നെ ജപിക്കേണ്ടതാണ്, ഉച്ചരിക്കേണ്ടതാണ്. ഇവിടെ മൂലാധാര ചക്രത്തിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞു പോകാം. മൂലാധാര ചക്രം നമ്മുടെ ബുധലിംഗ മധ്യത്തിലായിട്ട് അല്ലെങ്കിൽ ബുധയോനി മധ്യത്തിലായിട്ടുള്ള ചക്രമാണ്. അതിൻ്റെ നിറം ചുവപ്പാണ്. 4 ഇതളുകളുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ മന്ത്രം ലം എന്നുള്ള അക്ഷരം കൊണ്ടാണ്. അത് പൃഥ്വി തത്വത്തെയാണ് അത് കുറിക്കുന്നത്. അപ്പോൾ അതാണ് മൂലാധാരം, മൂലാധാര അംബുജം. മൂലാധാരം എന്ന അംബുജത്തിൽ അല്ലെങ്കിൽ ചക്രത്തിൽ ആരൂഢയായവൾ, ആ മഹാദേവിക്ക് നമസ്കാരം. ഇനി 515 പഞ്ചവക്ത്ര, ഒന്നുകൂടി ചൊല്ലാം. പഞ്ചവക്ത്ര, ഒന്നുകൂടി ചൊല്ലാം. പഞ്ചവക്ത്ര. ഇവിടെ പഞ്ച, ഞ പ്ലസ് ചായാണ്. പഞ്ച, പഞ്ച, പഞ്ചരം എന്നെഴുതുന്ന അത് ആ ഞ പ്ലസ് ജായല്ല, അഞ്ജലി എന്നെഴുതുന്ന ആ ജായല്ല. ഇത് വളരെ കറക്റ്റായിട്ട് തന്നെ ജപിക്കേണ്ടതാണ്. പഞ്ചം എന്ന് തന്നെ വരണം, പഞ്ചം എന്ന് ഉച്ചരിക്കരുത്. പഞ്ച, പഞ്ചവക്ത്ര, അക്ത്ര അത് കറക്റ്റായിട്ട് കേൾക്കണം. വക്ത്ര, അക്ക് സൈലന്റ് ആയിട്ട് ജപിച്ചാൽ ശരിയാവില്ല. നമ്മൾ ഇതുവരെയുള്ള ഓരോരുത്തരം നാമമന്ത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ജപിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചവക്ത്ര എന്ന് തന്നെ ജപിക്കണം. പഞ്ചവക്ത്ര നീട്ടിയിട്ട് ജപിക്കുക. 5 മുഖങ്ങളോട് കൂടിയാണ് ആ മഹാദേവി അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇനി 516 നാമമന്ത്രത്തിൽ പറയുന്നു, അമ്മ ശരീരത്തിലെ ഏത് ധാതുവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു. അതാണ് അസ്ഥി സംസ്ഥിത. ഒന്നുകൂടി ചൊല്ലാം. അസ്ഥി സംസ്ഥിത, ഒന്നുകൂടി ചൊല്ലാം. അസ്ഥി സംസ്ഥിത. ഇവിടെ അസ്ഥി, ആ രഥം എന്നെഴുതുന്ന ഥായാണ്. വെറും നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അസ്ഥി വെറും തായല്ല, ഇവിടെ രഥം ഥ, അത് തന്നെ അങ്ങനെ തന്നെ വരണം. അസ്ഥി ഇങ്ങനെ സംസ്ഥിത എന്നുള്ളതിന് ആചാര്യന്മാര് അനുസ്വാരം ചേർത്തുകൊണ്ട് സംസ്ഥിത എന്ന് ചൊല്ലാറുണ്ട്. നമ്മൾ സംയുത എന്ന് കണ്ടതുപോലെ അങ്ങനെയും ജപിക്കാം. പക്ഷെ ഒരു കൺഫ്യൂഷൻ വരേണ്ട, ഇവിടെ സംസ്ഥിത എന്ന് തന്നെ ജപിച്ചോളൂ, തെറ്റൊന്നുമില്ല. അസ്ഥി സംസ്ഥിത. ആ വീണ്ടും ആ രഥം എന്നുള്ള ത, സംസ്ഥി പിന്നെ ത, സംസ്ഥിത എന്ന് തന്നെ വരണം. അസ്ഥിയിൽ സമ്യക്കാകും വണ്ണം സ്ഥിതി ചെയ്യുന്നവൾ, അതാണ് അസ്ഥി സംസ്ഥിത. ഇനി ശ്രദ്ധിക്കേണ്ടത് പഞ്ചവക്ത്ര എന്ന 515 നാമമന്ത്രവും 516 നാമമന്ത്രമായ അസ്ഥി സംസ്ഥിത, ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത്. അതിവിടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓ ചോ എന്നും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരുമിച്ച് ചൊല്ലേണ്ടതാണ്. അപ്പൊ അത് ചൊല്ലുമ്പോൾ പഞ്ചവക്ത്ര എന്ന് കഴിഞ്ഞിട്ട് ഒരു അവഗ്രഹ ചിഹ്നം കാണാം. അതിനുശേഷം സ്ഥി സംസ്ഥിത എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അവഗ്രഹ ചിഹ്നം വന്നാൽ അവിടെ ആ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ചൊല്ലുമ്പോൾ ഇങ്ങനെയാണ് വരിക. പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത. പഞ്ചവക്ത്ര എന്ന് നീട്ടിയാൽ ആ അസ്ഥി സംസ്ഥിത എന്ന് മുറിയാണ്ട് കറക്റ്റായിട്ട് കിട്ടും. ഒന്നുകൂടി ചൊല്ലാം. പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത. ഒന്നുകൂടി ചൊല്ലാം. പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത. ഇങ്ങനെ തന്നെ ജപിക്കേണ്ടതാണ്. അതല്ലാതെ പഞ്ചവക്ത്ര സ്ഥി സംസ്ഥിത എന്ന് ചൊല്ലാനും പാടില്ല. അതുപോലെ തന്നെ പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത എന്ന് ചൊല്ലാനും പാടില്ല. അതല്ലാതെ പഞ്ചവക്ത്രാസ്ഥി സംസ്ഥിത എന്ന് തന്നെ ജപിക്കുക. 517 അങ്കുശാദിപ്രഹരണ. ഒന്നുകൂടി ചൊല്ലാം. അങ്കുശാദിപ്രഹരണ. ഒന്നുകൂടി.
അങ്കുശാദിപ്രഹരണ. ഇവിടെ അങ്കുശം ആദി പ്രഹരണ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ആ മൂലാധാര ചക്രത്തിൽ യോഗിനി ഭാവത്തിലിരിക്കുന്ന ആ അമ്മയുടെ കയ്യിലെ ആയുധങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്കുശം തുടങ്ങിയ ആയുധങ്ങളാണ് അമ്മ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്കുശാദി എന്ന് വരണം. അങ്കുശാദി, ആ അങ്കുശാ കഴിഞ്ഞിട്ട് നീട്ടുക, അപ്പോൾ ആദി എന്ന് കറക്റ്റ് ആയിട്ട് വരും. അതല്ലാതെ അങ്കുശാദിപ്രഹരണ എന്നൊന്നും ജപിക്കരുത്. അങ്കുശാദിപ്രഹരണ, അവിടെ പ്ര എന്നുള്ളതിന് ചെറുതായിട്ടൊന്ന് സ്ട്രെസ് കൊടുത്താൽ നന്നായി. അങ്കുശാദിപ്രഹരണ എന്ന് തന്നെ വരണം. ഇവിടെ അമ്മയ്ക്ക് 4 കൈകളുണ്ടെന്ന് പറയുന്നു. അതിൽ അമ്മ അങ്കുശം, പിന്നെ കമലം, പുസ്തകം, ജ്ഞാനമുദ്ര എന്നിവ ആ 4 തൃക്കൈകളിൽ ധരിച്ചിട്ടുണ്ട്. അവ കൊണ്ട് പ്രഹരിക്കുന്നവൾ, അതുകൊണ്ടാണ് ഇവിടെ അങ്കുശാദിപ്രഹരണ എന്ന് വർണ്ണിച്ചിട്ടുള്ളത്. 518 വരദാദി നിഷേവിത. ഒന്നുകൂടി ചൊല്ലാം. വരദാദി നിഷേവിത. ഒന്നുകൂടി ചൊല്ലാം. വരദാദി നിഷേവിത. ഇവിടെ 4 ഇതളുകളുള്ള പത്മമാണ് മൂലാധാര ചക്രം, അല്ലെങ്കിൽ മൂലാധാര പത്മം, മൂലാധാരാംബുജം. ചുവപ്പ് നിറമുള്ള ആ പത്മത്തിൽ 4 ഇതളുകളിലായിട്ട് വരദ തുടങ്ങിയ ദേവികളാൽ സേവിക്കപ്പെടുന്നവൾ, അതാണ് അർത്ഥം. അപ്പോൾ വരദ പ്ലസ് ആദി, വരദാദി. ആ വരദാ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ആദി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വരും. അതല്ലാതെ വരദ ദിനിഷേവിത എന്ന് ചൊല്ലരുത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ അങ്കുശാദിപ്രഹരണ, അതുപോലെ തന്നെ വരദ ദിനിഷേവിത എന്നൊക്കെ ചൊല്ലിയിട്ടുണ്ടാവാം. അങ്ങനെ ഇനി ചൊല്ലരുത്. വരദാദി നിഷേവിത ഇത് തന്നെ വരണം. അപ്പോൾ വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി എന്നീ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം. ഇനി 519 നാമമന്ത്രം. മുദ്ഗൗദനാസക്തചിത്ത. ഒന്നുകൂടി ചൊല്ലാം. മുദ്ഗൗദനാസക്തചിത്ത. ഒന്നുകൂടി. മുദ്ഗൗദനാസക്തചിത്ത. ഇവിടെ മുദ്ഗം, മുദ്ഗം എന്നാൽ ചെറുപയർ എന്നാണ് അർത്ഥം. ഓദനം നമ്മൾ കണ്ടതാണ് ഇതിനു മുൻപ് നാമമന്ത്രങ്ങളിൽ. അപ്പോൾ മുദ്ഗൗദനം, ചെറുപയർ ചേർത്ത ചോറ്, അതാണ് മുദ്ഗൗദനം. അപ്പോ മുദ്ഗ പ്ലസ് ഓദനമാണ് മുദ്ഗൗദനമായത്. അപ്പൊ അത് അങ്ങനെ തന്നെ ജപിക്കേണ്ടതാണ്, മുറിച്ച് ജപിക്കരുത്. മുദ്ഗ ഓദനം എന്ന് ചൊല്ലരുത്, മുദ്ഗൗദനം എന്ന് തന്നെ വരണം. ഇതിന്റെ അർത്ഥം ഇതാണ്, മുദ്ഗം പ്ലസ് ഓദനം, മുദ്ഗൗദനം. മുദ്ഗൗദന ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. മുദ്ഗൗദന സക്ത ചിത്ത എന്ന് ചൊല്ലാതെ ആസക്തം എന്ന് തന്നെ വരണം. മുദ്ഗൗദനാസക്ത ചിത്ത എന്ന് തന്നെ ജപിക്കുക. മുദ്ഗൗദനാസക്ത ചിത്ത. ഇത് നമ്മൾ എവിടേക്കാണ് നീട്ടേണ്ടത്, എവിടേക്കാണ് കുറുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ സ്പന്ദനങ്ങളോട് കൂടി ആസ്വദിച്ചിട്ട് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മളോട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിരിച്ചിട്ടാലും കരഞ്ഞിട്ടാലും ജോലി ചെയ്ത് തീർത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ചിരിച്ചിട്ട് ചെയ്ത് തീർക്കാം. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കണം എന്തായാലും. അപ്പൊ അതെന്തായാലും അതിന്റെ അക്ഷരസ്ഫുടതയോടുകൂടി ആസ്വദിച്ചിട്ട് ജപിച്ചു പോകുക. അപ്പോൾ അതിന്റെ ഗുണം അവനവന് തന്നെയാണ്. അപ്പോൾ മുദ്ഗൗദനാസക്ത ചിത്ത എന്ന് തന്നെ വരണം. ചെറുപയർ ചേർത്ത ചോറ്, അന്നം ഇഷ്ടപ്പെടുന്നവൾ, അതാണ് ആസക്ത ചിത്ത. ആ മനസ്സോട് കൂടിയവൾ. ചിത്തം എന്നാൽ മനസ്സ്, അതോട് കൂടിയവൾ, അതാണ് അർത്ഥം. 520 സാകിന്യംബാസ്വരൂപിണി. ഒന്നുകൂടി ചൊല്ലാം.
സാകിന്യംബാ സ്വരൂപിണി. ഒന്നുകൂടി ചൊല്ലാം. സാകിന്യംബാ സ്വരൂപിണി. ഈ 520 നാമമന്ത്രത്തിൽ സാകിന്യംബ, ഇവിടെ സാകിനി പ്ലസ് അമ്പയാണ്. സാകിന്യംബ. പിന്നെ സ്വരൂപിണി, സ്വരൂപിണി എന്ന് തന്നെ വരണം. സാകിന്യംബാ സ്വരൂപിണി എന്ന് തന്നെ ജപിക്കേണ്ടതാണ്. അപ്പോൾ മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 5 മുഖങ്ങളുള്ള, അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്ന, പിന്നെ അങ്കുശം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച, വരദ തുടങ്ങിയ ശക്തികളാൽ ചുറ്റപ്പെട്ട, ചെറുപേർ ചേർത്ത ചോറിഷ്ടപ്പെടുന്ന ആ അമ്മയുടെ പേര് സാകിനി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാകിനി എന്ന സ്വരൂപം ധരിച്ചവൾ, സാകിനി എന്ന അമ്പയുടെ സ്വരൂപം ധരിച്ചവൾ, അതാണ് ഇവിടെ സാകിന്യംബാ സ്വരൂപിണി എന്ന് അമ്മയെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ തൊട്ട് മാഘ ഗുപ്ത നവരാത്രി സ്റ്റാർട്ടാവുകയാണ്. എല്ലാവരും സാധന ചെയ്യണം. സാധന ചെയ്യുന്നത് അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവനെ ഉയർത്താനും വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രത്യേക ദിവസങ്ങളൊന്നും മിസ്സാക്കി കളയരുത്. അതൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാരായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവനവനെ കൊണ്ട് കഴിയുന്ന വിധം വ്രതത്തോടുകൂടി മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം മാക്സിമം ചെയ്യുക. അതിൻ്റെ ഫലം തീർച്ചയായും മഹാദേവി ഓരോരുത്തർക്കും തരും, യാതൊരു സംശയവുമില്ല. അതിനായിട്ട് സാകിന്യംബാ സ്വരൂപിണിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യേ നമഃ.